അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ്, പെരുന്നാളുടെ തലേ ദിവസത്തെ മൈലാഞ്ചിടലൊക്കെ ആയിരുന്നു ഹെയ്സൂന്. അപ്പോൾ അവൾക്കാണെങ്കിൽ കൈ നിറച്ച് മൈലാഞ്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഫില്ലാക്കി കൊടുക്കുകയാണ്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് സ്റ്റെയിന് വരാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് കൂടുതൽ പണി. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു. അങ്ങനെ അവളെ ഇഷ്ടത്തിന് വേറൊരു ഡിസൈനൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കിടാൻ വേണ്ടി പോയി. തലേ ദിവസം തന്നെ അവരുടെ ഇടാനുള്ള ഡ്രസ്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആയി. അവർ ഭയങ്കര പെരുന്നാളിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഈസു. അപ്പോൾ അതേപോലെ തിരിച്ചു കയറുക, അതേപോലെ പറയായിരുന്നു. മാഷാ അല്ലാഹ്, ഇതുപോലെ എന്നും സ്നേഹം ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് തറവാട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങളെല്ലാ പെരുന്നാളും തറവാട്ടിലാണ് ഉണ്ടാവുക. എല്ലാ ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള പെരുന്നാളാണ് ഉണ്ടാവുക. ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. തറവാട്ടിലെത്തിയപ്പോൾ പണികളൊക്കെ തകൃതി നടക്കുന്നുണ്ട്. ഹെയ്സൂന് ഇറാണ് ഞാൻ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നത്. ഇവിടെ കുഞ്ഞിപ്പാടെ മോനാണ് ഫോട്ടോ എടുത്തിരുന്നത്. അവരൊന്ന് നിർത്തി കിട്ടാൻ കുറച്ച് പാടാണ്. ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഈ ഒരു വൃത്തിയിൽ ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരിനും കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നു, എല്ലാവരും ഇരുന്ന് ഒരു ട്രിപ്പ്, ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങോട്ട് ഇരുന്നു. നല്ല അടിച്ച് കയറ്റിലായിരുന്നു. പെരുന്നാളായിട്ട് 3 ദിവസം നോമ്പ് നോക്കിയിട്ട് എല്ലാവരും പെരുന്നാളിന് ഒന്നും നോക്കിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ആയിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ എൻ്റെ അനിയന്മാരെ വിളിക്കാൻ വന്ന് നമ്മൾ പോവാണ് വീട്ടിലേക്ക്. പ്രശുമ്മാടെ വീട്ടിലാണ് പെരുന്നാൾ. അങ്ങനെ ഞങ്ങൾ കോക്കൂരെത്തി. എല്ലാവരെയും കണ്ട് ഈദ് മുബാറക്ക് പറഞ്ഞ് പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട്. എല്ലാവരും റെഡിയായി. വീണ്ടും ഫോട്ടോ സെഷൻ തന്നെയായിരുന്നു. ഞങ്ങളെ ഫാമിലിയിൽ തന്നെ ആദ്യമായിട്ടൊന്ന് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ ചെറിയ രീതിയിലൊരു കളിയാക്കലൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ക്യൂട്ട്നെസ് വാരി എറിയുന്ന പാത്തു. പിന്നെ അപ്പോൾ ഉമ്മമാരൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുത്ത് ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാന് വാട്ടർ ബലൂണാണ്. വാട്ടർ ബലൂണ് കുറച്ചധികം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി പഴയ ഡ്രസ്സിലേക്ക് തന്നെ വീണ്ടും അങ്ങനെ വാട്ടർ ബലൂണിൻ്റെ തല്ല് തുടങ്ങാൻ പോവാണ്. എല്ലാവരും ടീമാക്കി മാറ്റി. ഞങ്ങൾ 2 ടീമാക്കിയൊക്കെയാണ്. 2 ടീമും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടായിരുന്നു കേട്ടോ. ആരും അങ്ങോട്ടും വിട്ടു കൊടുക്കുന്നില്ല. ചെറുതുകൾ വരെ എന്താ കയറിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ നല്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് നിന്ന്, കാരണം എനിക്ക് ഏറ് കൊള്ളാൻ വയ്യ. 2 കുട്ടികളെ നോക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊന്ന് നല്ല മാറി നിന്ന്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നല്ല പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ നനഞ്ഞ് കുളിച്ച ഹെയ്സുവാണിത്. ഹെയ്സുവിന് ഇത് വാട്ടർ ബലൂൺ ആദ്യമായിട്ട് കാണുന്ന കാരണേ എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. പൊട്ടണമില്ല. അങ്ങനെ കുറേ തലക്കെട്ട് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വാട്ടർ ബലൂൺ കുറേ ഒളിപ്പിച്ചേക്കാനൊക്കെ തുടങ്ങി. മറ്റേ ടീം വരുന്നതിന് മുന്നേ കുറേ വീർപ്പിച്ച് എന്തായാലും പെരുന്നാൾ ആർമാദിച്ച് ഞങ്ങൾ അങ്ങോട്ട്. പിന്നെ വാട്ടർ ബലൂൺ കുറേ പാക്കറ്റ് മേടിച്ചു കൊടുത്തിട്ടാ ആദ്യം ലാസ്മനും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത പരിപാടി പോവാണ്. ഇവർ ലോഡ് പടക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് തീർക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ വല്യമ്മക്ക് പോവാണ്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും കത്തിക്കാനും അടുത്തേക്ക് പോകാനൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാനൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് മാറി നിന്നിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. ഞാനും ഹെയ്സും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഹിറാക്ക് ഭയങ്കര ധൈര്യമുണ്ട്. അവള് കുറേയൊക്കെ ഇവരെ കൂടെ കൂടിയിരുന്നു. ഇപ്രാവശ്യത്തെ ഈദ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഈദിന് ഇങ്ങനെ കൂടുന്നത്. അല്ലാതെ ഞങ്ങൾ എപ്പോഴും കൂടെങ്കിലും ഈദിനാണ് ആദ്യമായിട്ടാണ് ലൈറ്റ്സൊക്കെ കത്തിക്കുന്നതും
എന്തായാലും ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈദ് വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണമെന്ന് മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.